ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ബുർജ് ഖലീഫയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് മനുഷ്യരാശിക്ക് എത്രത്തോളം ഉയരത്തിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടോൾ യു ക്യാൻ ബിൽഡ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി. മൈ നെയിം ഈസ് മുഹമ്മദ് ഷാദ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗുകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1973 മുതൽ 1998 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് സിയേഴ്സ് ടവർ ആയിരുന്നു. 98 ഈ ഒരു റെക്കോർഡ് പെട്രോണാസ് ടവറിന് വന്ന് ചേരുകയായിരുന്നു. അതിനുശേഷം 2004 ടൈപ്പ് 101 എന്ന് പറയുന്ന ബിൽഡിങ്ങിനായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഖ്യാതി ഉണ്ടായിരുന്നത്. എന്നാൽ 2010 ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് നിർമ്മിക്കപ്പെടുകയായിരുന്നു. അത് ദുബായിലുള്ള ബുർജ് ഖലീഫയാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതിനേക്കാൾ ഉയരത്തിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എത്രത്തോളം ഉയരത്തിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ നൽകാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബുർജ് ഖലീഫ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എത്ര ഉയരത്തിൽ വരും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബുർജ് ഖലീഫയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈ മോഡലിലുള്ള ഒരു ട്രൈപോഡിൻ്റെ 3 വശങ്ങളിലുള്ളത് പോലുള്ള ഒരു വൈ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ 3 വശങ്ങളിലായിട്ട് ഹെക്സഗണൽ കോർ, അതായത് ആ ഒരു സ്ട്രക്ചർ നമ്മൾ വിളിക്കാറുള്ളത് ബട്രസ്ഡ് കോർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി അദ്ദേഹം ആദ്യമായിട്ട്, ഈ ബിൽ ബേക്കർ എന്ന് പറയുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയർ ആദ്യമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സാംസങ് ടവർ എന്ന് പറയുന്ന സൗത്ത് കൊറിയയിലെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. 262 മീറ്റർ ഉയരമുള്ള ഈ ഒരു ബിൽഡിംഗ്. എന്തിനാണ് ഈ രീതിയിലുള്ള സ്ട്രക്ചറിൻ്റെ ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ബിൽഡിങ്ങിൻ്റെ ഉയരം കൂടുന്തോറും അവിടെ വിൻഡ് റെസിസ്റ്റൻസിൻ്റെ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ടെക്നോളജി തന്നെയാണ് ബുർജ് ഖലീഫയിലും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഒന്നുകൂടി മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബിൽ ബേക്കർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയാണ്, ഈ ഒരു ടെക്നോളജിയിലൂടെ 2 മൈൽസ് അഥവാ 3 കിലോമീറ്റർ വരെ ഉയരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സോ ഈ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പല ആളുകൾക്കും വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. അതിൽ പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടേക്കുള്ള വാട്ടർ സപ്ലൈ, അതേപോലെ തന്നെ മുകളിലേക്ക് വരുന്ന സമയത്ത് പ്രഷർ ഐസൊലേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ്, അങ്ങനെ നോക്കുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ ഹൈ എനർജി കൺസംഷൻ അവിടെ വരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഏതാണ് എന്നറിയുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മാർവൽസ് ഉള്ള വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടിയും കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.